ഈ അനുഗ്രഹീതമായ നല്ല ദിവസം പ്രത്യേകാൽ ഒരു പ്രാവശ്യം കൂടി എനിക്ക് ദോഹയിലുള്ള ദൈവമക്കളെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി ശുശ്രൂഷിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് സണ്ണിച്ചായന്റെ കുടുംബം, മറ്റ് അവിടെയുള്ള എല്ലാ ദൈവമക്കളും എല്ലാവർക്കും പ്രത്യേക വന്ദനം. നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾക്ക് സുപരിചിതരാണ്, ഞങ്ങളും നിങ്ങൾക്ക് സുപരിചിതരാണ്. ദൈവത്തിന്റെ കൃപയാൽ സണ്ണിച്ചാൻ ഓർപ്പിച്ചതുപോലെ ഷാജിയമ്പോൾ പാസ് ആയിരുന്നു ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. കർത്താവിന്റെ ദാസന് വളരെ അത്യാവശ്യമായി മറ്റൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കേണ്ടി വന്നതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഞാൻ വരാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതൊരു നിയോഗമായി, ഒരു ശുശ്രൂഷയിലെ ഒരു അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എൻ്റെ ഹൃദയത്തിനകത്ത് താല്പര്യം തോന്നിയത് സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ഒരു ഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. 91-ാമത്തെ സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. നമുക്കറിയാം, സങ്കീർത്തനം, പ്രത്യേകിച്ച് 91-ാം സങ്കീർത്തനം ദൈവമക്കളെ സംബന്ധിച്ച് വളരെ സുപരിചിതമാണ്. വളരെ ചെറുപ്രായത്തിൽ, സൺഡേ സ്കൂൾ പ്രായം മുതലേ തന്നെ നമ്മൾ അത് ഹൃദയസ്ഥമാക്കുകയും പഠിക്കുകയും അതിനകത്തുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവസന്നിധിയിൽ ആവലോടെ ഒക്കെ നമ്മൾ അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത, തുടക്കത്തിൽ ഈ സങ്കീർത്തനം മനുഷ്യനാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും ഈ സങ്കീർത്തനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ദൈവമാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. മനുഷ്യനാണ് അവിടെ അങ്ങനെ പറയുന്നത്. മനുഷ്യൻ പറഞ്ഞു തുടങ്ങി കുറെ കഴിയുമ്പോൾ ദൈവം ബാക്കി ഏറ്റെടുക്കുകയാണ്. ദൈവം ഏറ്റെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്, അഥവാ ദൈവം മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. പ്രത്യേക പുതുനിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് സങ്കീർത്തനവുമായുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനങ്ങൾ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ച ഭക്തന്മാരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. സങ്കീർത്തനങ്ങളിലെ മിക്കവാറും ഭാഗങ്ങളെല്ലാം അത് പ്രാർത്ഥനാപരമായ സങ്കീർത്തനങ്ങളുണ്ട്, പ്രവചനപരമായ സങ്കീർത്തനങ്ങളുണ്ട്, ആരാധനാപരമായ സങ്കീർത്തനങ്ങളുണ്ട്. അങ്ങനെ വിവിധ നിലയിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ സങ്കീർത്തനങ്ങൾ രചിക്കപ്പെടുവാൻ പ്രത്യേകമായിരിക്കുന്ന പശ്ചാത്തലങ്ങൾ, അനുഭവങ്ങൾ ദൈവഭക്തന്മാരെ സംബന്ധിച്ച് ഉണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ പുതുനിയമസഭയാകുന്ന നമുക്ക് സങ്കീർത്തനവുമായി ഏറ്റവും അടുത്ത ബന്ധം എന്തെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനത്തിൽ ദാവീദ് ഇന്നത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ല, അല്ലെങ്കിൽ ദാവീദ് ഉണ്ടെന്നോ മോശയെ കുറിച്ച് പറഞ്ഞെന്നോ ഇതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് സങ്കീർത്തനത്തിലെ ഗൗരവമായിരിക്കുന്ന വിഷയം, കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. സങ്കീർത്തന പുസ്തകത്തിലും പ്രവാചക വാക്യങ്ങളിലും എന്നെ കുറിച്ച്, ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക വാക്യങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അപ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ പുസ്തകങ്ങളിലും വിവിധ നിലകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സങ്കീർത്തനത്തെ കൂടുതൽ അടുത്ത് അറിയുന്നത്, അന്വേഷിക്കുന്നത് നമ്മുടെ കർത്താവിനെ തന്നെയാണ്. അങ്ങനെ 91-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. അപ്പൊ ദൈവത്തോട് പറ്റിയിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക എന്നൊക്കെ പറയുന്നത്
അതൊരു അക്ഷരീകമായ വ്യാഖ്യാനമായി എടുക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ ആത്മീയമായ വ്യാഖ്യാനത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ഇന്റിമസിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയമോ എന്നെ വിട്ട് ദൂരത്തായിരിക്കുന്നു. അപ്പൊ കണ്ടോ, അവിടെ അധരം കൊണ്ട് ഒരു ഇന്റിമസി കാണിക്കുന്നുണ്ടെങ്കിലും, അഥവാ വാക്കുകൊണ്ട് ഒരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിലും, ഹൃദയം എന്ത് ചെയ്യാണ്? അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരത്ത് മാറിയിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പൊതുവിൽ പഴയ നിയമത്തിലുള്ള വിവരണങ്ങളും പുതുനിയമത്തിലുള്ള ഭാഗങ്ങളും എല്ലാം ദൈവിക ബന്ധത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം വാക്കുകൊണ്ടുള്ള പ്രശംസയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല ദൈവം പുകഴ്ചയല്ല ആഗ്രഹിക്കുന്നത്. ഹൃദയം കൊണ്ട് ഒരു ബന്ധം, ഹൃദയം കൊണ്ട് ദൈവത്തോട് പറ്റിയിരിക്കാൻ, ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കാൻ, ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് മാറാതിരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ ബന്ധം ദൃഢമാകുന്നത്, ആ ബന്ധം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായി തീരുന്നത്. ഇവിടെ അവൻ എന്നോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ ഹൃദയം കൊണ്ട് പ്രതിസന്ധികൾ വരാം, പ്രതികൂലങ്ങൾ വരാം, ജീവിതത്തിനകത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ആത്മീയത്തിൽ നേരിടേണ്ടി വരാം. അവിടെയും ദൈവത്തിൽ നിന്ന് ഹൃദയം കൊണ്ട് അകലാതെ, ദൈവത്തിൽ നിന്ന് ഒരു തരത്തിലും മാറാതെ, ചുവട് മാറ്റാതെ, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും, ദൈവം എൻ്റെ സഹായകനാണ്, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പുതുനിയമത്തിൽ യോഹന്നാനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ദൈവത്തിന്റെ കർത്താവിന്റെ മാറോട് പറ്റിയിരുന്നത് പോലെ അക്ഷരീകമായി യോഹന്നാൻ പല സന്ദർഭങ്ങളിലും യേശുക്രിസ്തുവിന്റെ മാറോട് പറ്റിയിരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നെഞ്ചോട് ചാരിയിരുന്നത്, അതാ ഇന്റിമസിയാണ് സൂചിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ പലരെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്ന, ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് പലരും അകന്ന് ജീവിക്കുന്ന, കേവലം വാക്കുകൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദിപ്പിച്ച്, അല്ലെങ്കിൽ അത് മാത്രം ഒരു പ്രകടനമായി പ്രഹസനമായി പോകുന്ന ഈ ഒരു വലിയ ആത്മീക അപജയത്തിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നമുക്ക് ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ, കുറെ കൂടി അടുത്ത് ചെല്ലാൻ, കുറെ കൂടി ദൈവത്തോട് ചേർന്നിരിക്കാൻ, കുറെ കൂടി ദൈവത്തിന്റെ അടുക്കലേക്ക് ഹൃദയം കൊണ്ട് പറ്റിയിരിക്കാൻ കഴിയുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന വസ്തുത അല്ലെങ്കിൽ ആവശ്യകത എന്ന് നാം പറയുന്നത്. സ്തോത്രം. അപ്പൊ വേദപുസ്തകം പഠിക്കുമ്പോ നമുക്ക് ഒത്തിരി പേരെ കുറിച്ച് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കാലേബിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന വാക്ക്, യോശുവ കാലേബിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന വാക്ക്, കാലേബ് ഒരു വേറെ സ്വഭാവമുള്ള ആളായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു വേറൊരു സ്വഭാവം എന്ന് പറയുന്നതിന്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എന്നോട് പറ്റിയിരുന്നു എന്നാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നാം പറ്റിയിരിക്കുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായ, ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തോട് പറ്റിയിരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. വേദപുസ്തകം പഠിക്കുമ്പോൾ പല വിധത്തിൽ ദൈവം അകന്നു നിൽക്കുന്നവരെ കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം: ഞാൻ 40 ദിവസത്തിൽ അവരെന്നെ പരീക്ഷിച്ച ഈ ദിവസങ്ങൾക്ക് ഒത്തവണ്ണം 40 സംവത്സരങ്ങൾ അവർ എന്റെ അകൽച്ച അറിയുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം അവരിൽ നിന്ന് അകന്നിരിക്കുന്നു, ദൈവം അവരിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അവരുടെ പിറുപിറുപ്പ്, അവരുടെ അവിശ്വാസം, ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ദേശം, ആ ദേശത്തെ കുറിച്ച്
അവരുടെ ഹൃദയത്തിനകത്തുള്ള ധാരണ നമുക്കത് കിട്ടില്ല, നമുക്കത് പ്രാപിക്കാൻ കഴിയില്ല, നമുക്കത് ലഭിക്കില്ല. കാരണം അവിടെയുള്ള ജനം അനാക്യൻ മല്ലന്മാരാണ്, അവർ ജനത്തെ തിന്നുകളയുന്നവരാണ്, നമുക്കത് ഒരിക്കലും നേടാൻ കഴിയത്തില്ല, കിട്ടുകയില്ലെന്ന് പറഞ്ഞ് അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ചൊല്ലിയാണ് ദൈവം പറയുന്നത്, ഈ ജനം എൻ്റെ അകൽച്ച അറിയുമെന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം അവരിൽ നിന്ന് അകന്നിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, മന്ന കുറവ് വന്നില്ല, മറ്റ് യാതൊരുവിധ സംരക്ഷണത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും കുറവ് വന്നില്ല. മേഘസ്തംഭത്തിന്റെ കീഴിൽ നിന്ന് അവരെ പുറത്താക്കിയില്ല, അഗ്നിത്തൂണിന്റെ വെട്ടം നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞില്ല, മന്ന കൊടുക്കാതിരുന്നില്ല, കാടപ്പക്ഷി കൊടുക്കാതിരുന്നില്ല, വെള്ളം കിട്ടാതിരുന്നില്ല, ഇതെല്ലാം അവർക്ക് ലഭിച്ചു. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം അവരിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്നു എന്നാണ്. സ്തോത്രം. അതിന്റെ ഭവിഷ്യത്ത് എന്താണ് സംഭവിച്ചത്? ദൈവം അകന്നിരുന്ന പലരും ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിയാകുന്ന കനാനിൽ കയറിയില്ല, കനാൻ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഞാനിത് പറഞ്ഞതിന്റെ ആശയം, പ്രിയപ്പെട്ടവരെ, അവിശ്വാസം ഭയങ്കരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കും, അവിശ്വാസം ഭയങ്കരമായ ഭവിഷ്യത്തുണ്ടാക്കും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്, നമ്മളെ നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്, നമ്മളെ കരുതാൻ വിശ്വസ്തനായ ദൈവമാണ്, നമുക്ക് വേണ്ടി വഴി തുറക്കാൻ വിശ്വസ്തനായ ദൈവമാണ്, നമ്മളെ സഹായിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ചില വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഇവിടം കൊണ്ട് ഞാൻ തീർന്നെന്നല്ല പറയേണ്ടത്. ഇതിന്റെ നടുവിലും എന്നെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വരും. ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നഷ്ടമാണെങ്കിലും, ഒരുപക്ഷെ വേദന നിറഞ്ഞ അനുഭവമാണെങ്കിലും, പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവമാണെങ്കിലും, ഇന്ന് ഈ വൈകുന്ന സമയത്ത് നമ്മുടെ ഹൃദയം കൊണ്ട് നാം പറയേണ്ടത് അവിശ്വാസത്തിന്റെ വാക്കല്ല. ഞാൻ കടന്നു പോകുന്ന നഷ്ടത്തിന്റെ താഴ്വരയിലും എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ പദ്ധതിയുണ്ട്. ഇതിനകത്ത് എന്നെ പഠിപ്പിക്കുവാൻ, ഈ നഷ്ടത്തിൽ നിന്നും എന്നെ എന്തൊക്കെയോ ദൈവത്തിന് ബോധ്യമാക്കി തരാൻ. ദൈവം ഒരിക്കലും അകാരണമായി തന്റെ ജനം കഷ്ടമനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല. മനഃപൂർവ്വമായി മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു ദൈവമല്ല, മനഃപൂർവ്വമായി മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന ദൈവമല്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നാം ദൈവത്തിൽ തികഞ്ഞവരായി മാറേണ്ടതിന്, അഥവാ ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തേണ്ടതിന് ദൈവം പല വഴിയിൽ കൂടി നമ്മളെ കടത്തിവിടും, പല പ്രോസസ്സിങ്ങിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടും. നമുക്കറിയാമല്ലോ, ഈ പ്രോസസ്സിംഗ് എന്ന വാക്ക് നമ്മൾ പല വിധത്തിൽ, പല സാഹചര്യത്തിൽ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സ്വർണം അത് ശുദ്ധമാകണമെങ്കിൽ അതിന് പലവിധമായ പ്രോസസ്സിംഗ് ഉണ്ട്. തീയിൽ കൂടി കടത്തിവിട്ടേ പറ്റൂ. അതിന്റെ യഥാർത്ഥമായ ഗുണം പുറത്തു വരണമെങ്കിൽ, അതിന്റെ മാറ്റ് പുറത്തു വരണമെങ്കിൽ, അതിന്റെ തിളക്കം പുറത്തു വരണമെങ്കിൽ അതിനെ തീയിൽ കൂടി കടത്തിവിടണം, അതിനെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. മറ്റു പല വിധമായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് അതിനെ തേച്ചൊരച്ച് കഴുകുന്ന രീതികളുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതിന്റെ തിളക്കം യഥാർത്ഥമായി, അതിന്റെ മാറ്റുകൂടി, അതിന്റെ യഥാർത്ഥമായ വില പുറത്തു വരണമെങ്കിൽ ഈ പ്രോസസ്സിൽ കൂടി കടത്തിവിട്ടേ മതിയാകത്തുള്ളൂ. ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക. അവരുടെ ജീവിതത്തിൽ 40 വർഷം ദൈവം അവരെ മരുഭൂമിയിൽ നടത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിന്റെ വഴിയിൽ കൂടി ഇവരെ വിളിച്ച ദൈവം ആരെന്ന്, ഇവരെ വിടുവിച്ച ദൈവം ആരെന്ന്, ഇവരെ പുറത്തു കൊണ്ടുവന്ന ദൈവം ആരെന്ന് അവര് തിരിച്ചറിയണമെങ്കിൽ, അവരാ ദൈവത്തെ യഥാർത്ഥമായി മുറുകെ പറ്റി പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ ഒരു വഴിയിൽ കൂടി അവരെ നടത്തിയെങ്കിലേ മതിയാകത്തുള്ളൂ. 107-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം അവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തിയെന്ന്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പ്രസംഗമധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ മക്കളോട് ചോദിക്കണം, നിങ്ങൾ നടന്ന ഏതെങ്കിലും വഴി ചൊവ്വുള്ളതായിരുന്നു? അവർ പറയും, ഒരു വഴിയും ഞങ്ങൾക്ക് ശുഭമായി തോന്നിയിട്ടില്ല, പല പ്രശ്നങ്ങളുണ്ടായി. ദൈവം നടത്തുവാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നടത്തേണ്ടത്. നല്ല സുഖമായ പച്ച പരവതാനി വിരച്ച
വഴി കൂടിയല്ലേ ദൈവം നടത്തേണ്ടത്. അങ്ങനെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ദൈവത്തിന് നേരെ തിരിച്ചായിരുന്നു. സദൃശവാക്യത്തിന് വാക്യം ഇങ്ങനെയുണ്ട്: ഒരുവന്റെ വഴി അവന് ചൊവ്വായി തോന്നാം, എന്നാൽ അതിന്റെ അവസാനമോ നാശവഴി ആയിരിക്കാം. നമ്മൾ തീരുമാനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വഴി ഒരുപക്ഷെ ദൈവത്തിന് നമ്മെ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ അതിന്റെ അവസാനം നാശമായിരിക്കും. എന്നാൽ ദൈവഹിതത്തിന്റെ വഴിയിൽ കൂടി സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തുമ്പോൾ അത് ചിലപ്പോൾ അല്പം പ്രയാസങ്ങൾ നിറഞ്ഞതാണെങ്കിലും, അല്പം പോരായ്മകൾ നിറഞ്ഞതാണെങ്കിലും, അല്പം കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനകളോ ഒക്കെ നിറഞ്ഞതാണെങ്കിലും, ഇതിന്റെ അവസാനം ജീവന്റെ പര്യവസാനമായിരിക്കും, ജീവന്റെ സമൃദ്ധിയായിരിക്കും നാം ഇതിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്നത്. അപ്പോ ഇപ്പോഴൊന്നും ഒരു അഭിപ്രായവും പറയരുത്. ഈ ഒരു പ്രശ്നത്തിന്റെ ആരംഭത്തിലോ പകുതി വെച്ചോ നമ്മളൊരു അഭിപ്രായം പറയരുത്. നാം സഹിഷ്ണുതയോടെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നോക്കി മാത്രം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി മാത്രം സഞ്ചരിക്കുക. നമുക്ക് പിന്നത്തേതിൽ മനസ്സിലാകും എന്താണ് ദൈവം ഉദ്ദേശിച്ചതെന്ന്. അതുവരെ നമ്മളൊരു അഭിപ്രായം പറയാൻ പോകരുത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്: ഒരു കൂട്ടരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവർ ദൈവത്തിൽ നിന്ന് അകന്നെന്നല്ല, ദൈവം അവരിൽ നിന്ന് അകന്നു എന്നാണ്. അതിന്റെ കാരണം അവിശ്വാസമാണ്. എബ്രായ ലേഖനത്തിനകത്ത് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതെ, വിശ്വാസത്താൽ മാത്രമാണ് ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയുള്ളൂ. വിശ്വാസത്തിൽ കൂടി മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. നമ്മുടെ സാഹചര്യങ്ങളെ വെച്ചോ, നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചോ, നിലയോ നിലവാരമോ വെച്ചോ നാം ദൈവത്തിന്റെ പ്രവൃത്തി അളക്കരുത്. നാം ദൈവത്തിന്റെ ഹിതത്തിൽ, ദൈവ സർവശക്തനാണ്, ദൈവ സർവജ്ഞാനിയാണ്. തിരുവെഴുത്ത് പറയുന്ന പോലെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് എന്തെല്ലാം ആകാൻ പറ്റുമോ അതിപ്പോൾ ഒരുപക്ഷെ നിനക്കറിയില്ല. പക്ഷെ നിന്റെ ജീവിതത്തിന് ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, നിന്റെ ജീവിതത്തിന് എതിരെ നിൽക്കുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ, അവിടെയാണ് ഞാൻ ആരാണെന്ന് വെളിപ്പെടാൻ പോകുന്നത്. ഞാൻ ഈ വൈകിയ സമയത്ത് ചിന്തയിൽ നിന്നൊരു ദൂത് കൈമാറുകയാണ്. ദൈവം ആരാണെന്ന് വെളിപ്പെടാൻ, ദൈവം ആരാണെന്ന് മനസ്സിലാകാൻ, ദൈവം ആരാണെന്ന് നമ്മെ പഠിപ്പിക്കുവാൻ പലവിധമായ ജീവിത അനുഭവത്തിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടും. വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ മുഴുവൻ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്ക്. അവർ ദൈവത്തെ മുഴുവൻ അറിഞ്ഞതും അടുത്തറിഞ്ഞതും അനുഭവത്തിൽ കൂടിയാണ്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിന്റെ ഫ്യൂവൽ ആണ്, ഇന്ധനമാണ്. അനുഭവമുള്ളവനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല, അത്ര പെട്ടെന്നൊന്നും ആർക്കും അവനെ തള്ളിയിടാൻ കഴിയത്തില്ല. അനുഭവമുള്ളവനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും വശീകരിച്ച് മാറ്റാൻ കഴിയത്തില്ല. അപ്പൊ അനുഭവം എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിൽ ഒരു വലിയ പ്രാധാന്യമാണ്. പഴമക്കാരായവർക്കറിയാം, പഴയ വിശ്വാസികൾക്കറിയാം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാപിച്ച അനുഭവങ്ങൾ ആണ് നമ്മളെ നിലനിർത്തുന്നത്. ആരാധനയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണ് നനയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളാണ്. എല്ലാവരുടെ ജീവിതത്തിൽ ആ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ ഒരു കൂട്ടര് ദൈവം അകന്നു നിൽക്കുന്നവര്. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. 73 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്റെ ഓർമ്മയിൽ വന്ന് 73 സങ്കീർത്തനത്തിന്റെ 27 വാക്യം: ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരിശ്രമം ചെയ്തവരെല്ലാം നീ സംഹരിക്കുന്നു. ഓക്കെ, അവിടെ ഒരു വാക്ക് പറയുന്നത് നിന്നോട് അകന്നിരിക്കുന്നവർ. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവർ അഥവാ ദൈവത്തെ വിട്ടുപോകുന്നവർ, അങ്ങനെ ഒരു കൂട്ടര് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൽ അങ്ങനെ ഒരു കൂട്ടര് ഉണ്ട്. കുറെ നാള് ദൈവത്തെ സേവിച്ചത് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു? ദൈവത്തെ വിട്ടുപോയി. അപ്പൊ അവർക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, അവരുടെ ഹൃദയത്തിനകത്ത് കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ലോകത്തിലെ കുറെ കാര്യങ്ങൾ നേടുക എന്നുള്ള ലക്ഷ്യങ്ങളും അവരുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ നാൾ നടന്നിട്ട് സാധിക്കാതെ വന്നപ്പോൾ അവര് വിട്ടിട്ട് പോയി. അവർ പറഞ്ഞു നടന്നിട്ടൊന്നും വലിയ ഫലമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവർ ദൈവത്തെ വിട്ടുപോയി. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ളവരെ
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം ചില ശിഷ്യന്മാര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെയും അടക്ക പുനരുദ്ധാനങ്ങളുടെയും ഒക്കെ ആ സമയങ്ങളിൽ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. 3 ദിവസങ്ങൾ യേശു കല്ലറയിലായിരുന്നു. ആ സമയത്ത് സംഭവിച്ച ഒരു സംഭവമാണ് 24-ാം അധ്യായത്തിൽ കാണുന്നത്. പുനരുദ്ധാന സമയത്താണ് സംഭവിക്കുന്നത്. ഇവര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. അവർ തർക്കിച്ചും വാദിച്ചും ഒക്കെ കൂടെ പോകുന്ന സമയത്ത് യേശുക്രിസ്തു അവരുടെ ചേർന്ന് നടന്നു. അവരുടെ കണ്ണ് വിരോധിച്ചിരുന്നത് കൊണ്ട് കൂടെ നടക്കുന്നത് ആരാണെന്ന് അവർ അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ യേശുവിന്റെ കൂടെ ഇവര് നടക്കുമ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങൾ എങ്ങോട്ട് പോവുക, പ്രശ്നം എന്താ എന്ന് പറയുമ്പോൾ അവർ യേശുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക. നീ ഒരുവൻ മാത്രമേ ഇവർ അറിഞ്ഞില്ലേ? അവരവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഇങ്ങനെ മരിച്ചിട്ട് ഇപ്പൊ 3 നാളായി, ഒരു ശിഷ്യന്മാരുണ്ട്, കല്ലറ ചെന്ന് നോക്കിയപ്പോൾ അവനവിടെ ഇല്ല. ഞങ്ങളുടെ സഹോദരിമാരും പോയി നോക്കി, അവനവിടെ ഇല്ല എന്ന് കണ്ടു. അതുകൊണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പൊ അവര് പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ആശിച്ചിരുന്നു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. കണ്ടോ? അപ്പൊ എന്താണ് ഇവരുടെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവരുടെ ഹൃദയത്തിനകത്ത് ചില ആശകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഞങ്ങളുടെ ആശ നശിച്ചുപോയി, അവനെ 3-4 ദിവസമായിട്ട് കാണുന്നില്ല. അപ്പോ പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോ ആശ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അവരെന്ത് ചെയ്യാണ്? യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ഇപ്പൊ പോവുകയാ. സ്തോത്രം. അപ്പോ കർത്താവിന്റെ കൂടെ നടന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു, കാര്യങ്ങളെ ബോധ്യമാക്കി കൊടുത്തു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മന്ദബുദ്ധികളാണോ എന്ന് ചോദിച്ച് അവരെ കാര്യങ്ങൾ തിരിച്ച് മനസ്സിലാക്കി അവരെ തിരിച്ച് യെരുശലേമിലേക്ക് പറഞ്ഞു വിട്ടത് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നത്. 5 അപ്പവും 2 മീനും എടുത്ത് 5000-ത്തിലധികം പുരുഷന്മാരെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിച്ച് അനന്തരം യേശുക്രിസ്തു അടുത്തൊരു സ്ഥലത്തേക്ക് ശുശ്രൂഷയുമായി നീങ്ങുമ്പോൾ ഈ ബഹുപുരുഷാരം, ഈ അപ്പം തിന്ന ബഹുപുരുഷാരം യേശുവിന്റെ പുറകെ ചെല്ലുകയാണ്. അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് എന്റെ പുറകെ വരുന്നത്. അപ്പൊ അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അല്ല അത് തന്നെ അന്വേഷിപ്പീൻ, അതിനു വേണ്ടി നിങ്ങൾ നടപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ അവര് പറഞ്ഞു ഇത് കഠിന വാക്കാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും അവനോടുകൂടി സഞ്ചരിച്ചില്ല, അവനെ വിട്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 66-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവനെ വിട്ടുപോയി എന്ന്. കണ്ടോ? അപ്പോ അവരുടെ പ്രതീക്ഷ കേവലം നശിച്ചു പോകുന്ന ആഹാരം. അവിടെ കർത്താവ് നശിച്ചു പോകുന്ന ആഹാരം എന്ന് പറഞ്ഞത്, കർത്താവ് ഒരു ബാലകന്റെ കയ്യിലിരുന്ന് 5 അപ്പവും 2 മീനും, ശിഷ്യന്മാർ അതെടുത്ത് യേശുവിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. യേശു അത് കരങ്ങളിലെടുത്തു. യേശു കരങ്ങളിലെടുത്ത് അത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. അവരിരുന്ന ജനത്തിന് പങ്കിട്ട് കൊടുത്തു, തിന്ന് തൃപ്തരായി. അപ്പൊ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുത്ത അപ്പത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ഇത് നശിച്ചു പോകുന്നതാണെന്ന്. അപ്പൊ ഞാൻ അതിനെ മൊത്തമായി ചേർത്ത് ഒരു ചിന്ത പറയാം. ഈ ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്. അതിന്റെ ഒരു വില കൊടുക്കാമുള്ളൂ. അതിൽ കൂടുതൽ വില നമ്മൾ അതിനെന്ത് ചെയ്യരുത്, കൊടുക്കരുത്. കാരണം ഇത് നശിച്ചു പോകേണ്ടതാണ്. നിങ്ങൾ ചിലപ്പോൾ സങ്കടം പരിപാലിക്കുക, ഈ മാസ്റ്റർ എന്താ ഈ പറയുന്നത്, എത്ര പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ജോലി കിട്ടിയത്, അത് നശിച്ചു പോകുന്നതാണ് ഈ പറയുന്നത്. എന്തോരം പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടാണ് ഒരു വിസ റെഡിയാക്കിയത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത് ശരിയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തന്നത് തന്നെയാണ്. പക്ഷേ അത് ഈ ഭൂമിയിലെ ജീവിതത്തിന് താൽക്കാലികത്തേക്ക് മാത്രമുള്ളതാണ്. അത്രയുമേ നമ്മൾ അതിൽ പ്രതീക്ഷിക്കാമോളൂ, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പാടില്ല.
പക്ഷെ നമ്മുടെ ലക്ഷ്യം, ദൈവമക്കളാകുന്ന നമ്മുടെ ലക്ഷ്യം നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരം, അതിനു വേണ്ടിയാണ്. ആ റിലേഷനാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ആ റിലേഷനാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായി നമ്മൾ പിടിച്ചു മുറുപ്പിക്കേണ്ട സ്വന്തം. അപ്പോ അങ്ങനെ ഭൂമിയിലെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ വൈകുന്ന സമയത്ത് എന്നെ ദൈവമക്കളോട് പറയാം, ഭൂമിയിൽ എന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നത് കൊണ്ടല്ല ഞാൻ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നത്. പിന്നെയോ എനിക്ക് വേണ്ടി രക്ഷ ഒരുക്കിയത് കൊണ്ട്, എനിക്ക് വേണ്ടി നിത്യജീവൻ ലഭിക്കാൻ അവൻ കാരണക്കാരനായി തീർന്നത് കൊണ്ട്, ഞാൻ നിത്യതയിലേക്ക് ചുവട് വെച്ച് കയറി ചെല്ലാൻ എനിക്ക് ധൈര്യം ലഭിച്ചത് യേശുക്രിസ്തു നിമിത്തമായത് കൊണ്ട്. അതാണ് ഞാൻ യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്നത്. ഭൂമിയിലെ താൽക്കാലികമായ ഒരു ലാഭത്തിന് വേണ്ടിയല്ല, എനിക്ക് നിത്യജീവന് വേണ്ടിയാണ്. അത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ അത് ലഭിച്ചില്ല എന്നോർത്ത് നാം ഒരിക്കലും നിത്യമായത് വിട്ടുകളയരുത്. നമ്മൾ സാധാരണ പാടാറുള്ള ഒരു പാട്ടുണ്ട്, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ. മണ്ണെ പ്രതി, ഈ മണ്ണിനെ പ്രതി നമ്മൾ എന്ത് ചെയ്യരുത്? മാണിക്യം എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാര പ്രയോഗത്തിലാണ് പാട്ടുകാരൻ അത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ താൽക്കാലികമായതിനു വേണ്ടി ഞാൻ നിത്യമായതിനെ കളയുകയില്ല, ഈ നിലനിൽക്കാത്തതിനു വേണ്ടി ഞാൻ നിലനിൽക്കുന്നതിനെ കളയുകയില്ല, ഈ താൽക്കാലികമായതും നശ്വരമായതിനു വേണ്ടി അനശ്വരമായതിനെ ഞാൻ കളയുകയില്ല എന്നൊരു തീരുമാനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ദൈവത്തെ വിട്ടുപോകുന്നവര്. ദൈവത്തെ വിട്ടുപോകുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിലാണ്. യിരെമ്യാ പ്രവചനം 17-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തെ വിട്ടുപോകുന്നവരെ കുറിച്ച്. ഇസ്രായേലിന്റെ പ്രത്യാശിയായ യഹോവ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവർ ലജ്ജിച്ചു പോകും. നിന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. എന്നെ വിട്ടുപോകുന്നവർ എന്ത് ചെയ്യും? മണ്ണിൽ എഴുതി വെക്കും. അതിന് അലങ്കാരികമായിരിക്കുന്ന പ്രയോഗങ്ങൾ ആണ് എഴുതിയിരിക്കുന്നെങ്കിലും അതിന് എനിക്ക് മനസ്സിലായ ഒരു ആശയം ഞാൻ പറയാം. ദൈവത്തെ വിട്ടുപോകുന്നവന്റെ ചരിത്രം ഈ മണ്ണുകൊണ്ട് തീരും. നമുക്കറിയാം, മണ്ണിൽ പലരുടെ പേര് പ്രസിദ്ധമാണ്. മണ്ണിൽ പലരുടെ പേര് ഭയങ്കരമായിരിക്കുന്ന ആശ്ചര്യങ്ങളെ ഉളവാക്കുന്നതാണ്. മണ്ണിൽ എഴുതിയ പേര്, മണ്ണിൽ എന്ന് പറഞ്ഞ അക്ഷരീകമായ മണ്ണിൽ എഴുതുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പേരെടുത്തവർ പലരുമുണ്ട്. ഭൂമിയിലെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രശസ്തരായവർ പലരുമുണ്ട്. അതൊക്കെ ലഭിക്കുന്ന അവസരപ്രകാരം നടക്കട്ടെ. പക്ഷേ നമ്മുടെ പ്രത്യാശ ഭൂമി കൊണ്ട് തീരുന്നതല്ല. നമ്മുടെ പ്രതീക്ഷകൾ ഈ ഭൂമിയിലെ താൽക്കാലികമായ ജീവിതം കൊണ്ട് അസ്തമിക്കുന്നതല്ല. നിത്യമായ ഒന്നിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ഈ മണ്ണിനെ പ്രതി, താൽക്കാലികമായതിനെ പ്രതി നിത്യമായതിനെ കളഞ്ഞു വിട്ടുപോകാൻ. ഇപ്പൊ മണ്ണിൽ എഴുതി വെക്കുക. നമുക്കറിയാം, പിള്ളേരല്ല എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു രസകരമായ കാര്യമാണ്. ഈ ബീച്ചിലൊക്കെ നമ്മൾ കടൽ തീരങ്ങളിലൊക്കെ കാണാൻ ചെല്ലുമ്പോ തിരമാലകൾ വന്നു പോകുമ്പോൾ ആ ബീച്ചിൽ പേരെഴുതി വെക്കുന്ന രീതിയുണ്ട്. അപ്പൊ ഒരു തിരമാല വന്ന് ഇറങ്ങി പോകുമ്പോഴേ അത് മാഞ്ഞു പോകുന്നത് കാണാം. എന്നതുപോലെ ഒരു ആശയത്തിലാണ് ദൈവം പറയുന്നത്, എന്നെ വിട്ടുപോകുന്നവർ അവരുടെ പേര് ഈ മണ്ണിൽ എഴുതി വെക്കും. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അവൻ ഏതുമല്ലാതെ ഒഴുകിപ്പോകും. പക്ഷെ എന്നാൽ ദൈവത്തോട് പറ്റി നിൽക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ദൈവത്തോട് അടുത്തു നിൽക്കുന്നവർ, എന്തു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ അവൻ ജയിച്ചു കയറി വരും. ആ പ്രതികൂലങ്ങൾ അവനെ ബാധിക്കാതെ, ആ തിരമാലകളും ഓളങ്ങളും അവനെ മുക്കിക്കളയാതെ, ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും അവൻ അതുകൊണ്ട് തീർന്നു എന്ന് തോന്നിയാലും അതിനപ്പുറത്തേക്ക് പിന്നെയും ജയിച്ചു കയറുമെന്നുള്ളത് ദൈവം നമുക്ക് തരുന്നൊരു വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഇന്ന് തിരുവെഴുത്തിൽ പറയുന്ന വാക്ക് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറ്റി നിൽക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. കാരണം ഈ ലോകം നശ്വരമാണ്, ഈ ലോകം താൽക്കാലികമാണ്. അപ്പോ ദൈവത്തോട് പറ്റി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ നിഴലാണ്. ഞാൻ പറഞ്ഞല്ലോ, പറ്റി നിൽക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അപ്പൊ യിരെമ്യാ പ്രവചനത്തിൽ തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്. എങ്ങനെയാണ് പറ്റി നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് യിരെമ്യാ പ്രവചനത്തിൽ തന്നെയുണ്ട്. 13-ാം അധ്യായം, യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ
11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇരമ്യാവ് 13:11, കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടത് എന്നോട് പറ്റിയിരിക്കുമാറാട്ടെ. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ, കച്ച പറ്റിയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാർ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പട്ടാളക്കാർ യുദ്ധമുഖത്ത് നിൽക്കുന്നവരെ അവരെ അരയിൽ കെട്ടുന്ന അരക്കച്ചയുണ്ട്. ഇന്നത്തെ പോലെ ഉള്ള ഒരു യുദ്ധരീതി അല്ല അന്ന്, ആ ആശയത്തിലല്ല അതോടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പം ബെൽറ്റും പാൻറ്റും ഒക്കെ ഇട്ട് മുറുക്കുന്നത് പോലെയല്ല. അന്ന് 5-5.5 മീറ്റർ നീളമുള്ള 8 ഇഞ്ചിലധികം വീതിയുള്ള കട്ടിയുള്ള ഒരു തുണിയാണ് അരക്കച്ചയായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഒരു തുമ്പ് കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ പട്ടാള ക്യാമ്പിന്റെ ഒരു പ്രത്യേകമായി ക്രമീകരിച്ച ഒരു തൂണ് കാണും. നിലത്തുറപ്പിച്ച മരത്തിന്റെ തടി ഒരു തൂണായിട്ട് നിർത്തിയിരിക്കും. ആ തൂണയിൽ ഒരു തുമ്പ് കെട്ടിയിട്ട് മറ്റേ തുമ്പ് അരയിൽ ചുറ്റിയിട്ട് വലിഞ്ഞു നിന്ന് കറങ്ങും. ഇങ്ങനെ കറങ്ങിയാണ് അത് നമ്മുടെ അരയിൽ ചുറ്റുന്നത്. എന്നിട്ട് അത് മുറുകിയോ ഇല്ലയോ എന്നറിയാൻ പട്ടാളത്തിന്റെ ചീഫ് കമാൻഡർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്കെയില് പോലെ അത്രയും തിക്നെസ് ഉള്ള ഒരു തടി കൊണ്ടുള്ള ഒരു ചെറിയ ഉപകരണമുണ്ട്. അത് ഈ കച്ചകൾക്കിടയിലൂടെ കുത്തി ഇറക്കി നോക്കും. ആ സ്കെയില് പോലെയുള്ള തിക്നെസ് കുറഞ്ഞ ആ തടി കഷ്ണം അതിന്റെ ഇടവഴി ഇറങ്ങിപ്പോകുന്നെങ്കിൽ കച്ച മുറുകിയിട്ടില്ലെന്നാണ് അതിനർത്ഥം. കച്ച മുറുകിയിട്ടില്ല, പിന്നെ അഴിച്ചു കെട്ടിക്കും. കാരണം ഇവൻ നിൽക്കുന്നത് യുദ്ധമുഖത്താണ്. അവിടെ നിന്ന് ശത്രുവുമായി പടവെട്ടുന്ന സമയത്ത് അരക്കച്ച അഴിഞ്ഞു പോയാൽ അവിടെ നിലനിൽപ്പില്ല, പ്രശ്നം ഗുരുതരമാകും, വെട്ടുകൊള്ളും, രാജ്യത്തിന് പരാജയം സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അരക്കച്ച മുറുകിയിരിക്കണം. അതാണ് കച്ച ഒരു മനുഷ്യന്റെ പരയോട് പറ്റിയിരിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ഞാൻ അരക്കച്ച പറ്റിയിരിക്കുന്നത് പോലെ എന്നോട് പറ്റിയിരിക്കുമെന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒന്നും കയറാതെ വണ്ണം, അതിനിടയിൽ ഒന്നും കയറി ഇരിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം ഞാനും എൻ്റെ ദൈവവും മാത്രം, അതിനിടയിൽ മറ്റാരുമില്ല എന്നതാണ് യഥാർത്ഥമായ ദൈവബന്ധത്തിന്റെ അടിസ്ഥാനം. ഞാൻ ഇന്ന് ഈ സമയം ദൈവമക്കളോട് പറയാം, പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം അറിയണം. ദൈവത്തിനും എന്റെയും റിലേഷന്റെ ഇടയിൽ മറ്റാരും കടന്നു വരാൻ ഇടയാകരുത്. എന്റെയും ദൈവത്തിന്റെയും റിലേഷന്റെ ഉള്ളിൽ മറ്റാരുമില്ല. ആ ബന്ധത്തിനിടയിൽ വേറെ ഒന്നുമില്ല. അതിന് ജോലി അതിന്റെ ഇടയിലില്ല, എന്റെ സമ്പാദ്യങ്ങൾ അതിന്റെ ഇടയിലില്ല, എന്റെ രക്തബന്ധങ്ങൾ അതിന്റെ ഇടയിലില്ല, എന്റെ കുടുംബ ബന്ധങ്ങൾ അതിന്റെ ഇടയിലില്ല. എന്റെ ദൈവത്തിന്റെയും എന്റെ ഇടയിൽ യാതൊന്നും കയറാതെ വണ്ണം അത്ര അടുത്താണ് ആ ബന്ധം ഇരിക്കുന്നത്. അതാണ് പറ്റിയിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അകലം വിട്ടുക എന്ന് പറയുന്നത് അപകടമാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പത്രോസ് യേശുവിനെ അനുഗമിച്ചത് അകലം വിട്ട് അനുഗമിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. എന്താണ് അകലം വിട്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടു. യേശുവിനോട് ചേർന്ന് നടക്കേണ്ടവനാണ്, തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടവനാണ്, സകല പ്രതിസന്ധിയിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവനാണ്. അതിനകത്തൊന്നും ഒരു കഥയില്ലായിരുന്നു എന്നുള്ളത് കർത്താവ് തന്നെ അവിടെ വെച്ച് വെളിപ്പെടുത്തി. ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും കൂടെ നിൽക്കേണ്ടവനാണ് പത്രോസ്. പത്രോസെ, അങ്ങല്ലേ പറഞ്ഞത് ഏത് സാഹചര്യത്തിൽ കൂടെ നിൽക്കാമെന്ന്? അതെ, പത്രോസ് അങ്ങനെ ഏത് ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിലെല്ലാം, അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകമായ അവസ്ഥയിലെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു പോയത് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയാണ്. അപ്പൊ അത്രമാത്രം ഇന്റിമസി കർത്താവ് കാണിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും കർത്താവ് ക്രൂശിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, വിചാരണയിലേക്ക് കർത്താവിനെ വലിച്ചടച്ച് കൊണ്ടുപോകുമ്പോൾ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, അവനുമായി യാതൊരു ബന്ധമില്ലാത്തവരെ പോലെ, വെറും ഒരു കാഴ്ചക്കാരനെ പോലെ പത്രോസ് അകലം വിട്ട്, ഒരു ഗ്യാപ്പ് ഇട്ട്, ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു അകലം താൻ സ്വയം ഉണ്ടാക്കി യേശുവിനെ അനുഗമിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. തള്ളിപ്പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ദിവസം ഈ സമയത്ത്
ദൈവമക്കളോട് പറയാം, പ്രിയപ്പെട്ടവരെ, കർത്താവിനും എനിക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകരുത്. യേശുവിൻ്റെയും എന്റെയും ഇടയിൽ ഒരു വ്യക്തി ബന്ധങ്ങൾക്കും അതിനിടയിൽ സ്ഥാനമുണ്ടാകരുത്. ഒരു ഭൗതികമായ ഇടപാടുകൾക്കും അതിനിടയിൽ സ്ഥാനമുണ്ടാകരുത്. എന്റെ കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം അത് തികച്ചും പ്രൈവസിയാണ്. അത് ഏറ്റവും ഊഷ്മളമാണ്. അത് ഏറ്റവും അടിസ്ഥാനപരമാണ്. അത് ഏറ്റവും യോജിച്ചിരിക്കുന്നതാണ്. അത് ഏറ്റവും പറ്റിയിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഗ്യാപ്പ് വന്നാൽ അവിടെ പലതും വന്നു കയറും. നിരാശ വരാം, അവിശ്വാസം വരാം, സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള രക്ഷപ്പെടാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ പിന്നത്തേതിൽ അപകടങ്ങളായി മാറും. അപ്പോ ദൈവത്തോട് പറ്റിയിരിക്കുക, ദൈവത്തോട് പറ്റിയിരിക്കുക. ഇവിടെ ഈ സങ്കീർത്തനത്തിലെ ഈ അവസാനത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 14, 15, 16 ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നവന്റെ 7 അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ദൈവത്തോട് പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം? ഒരാളോട് പറ്റിയിരിക്കുന്നതിന്റെ ഗുണം പലവിധമാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരാളോട് ചേർന്ന് നിന്നാൽ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി നമ്മൾ അടുത്ത് സമീപിച്ചാൽ അതിനൊരു ഗുണമുണ്ട്. എന്നതുപോലെ ദൈവബന്ധം പറ്റിയിരിക്കുക എന്ന വിധത്തിൽ നാം സൂക്ഷിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ഗുണം? അതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ്? ഇവിടെ 7 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിലെ വാക്യത്തിൽ ദൈവം പറയുന്നു. ഇതൊരു മനുഷ്യൻ പറയുന്നതല്ല. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കാതെ. ആരാ പറയുന്നത്? ദൈവമാണ് പറയുന്നത്. അപ്പൊ ദൈവം അവനോട് മറുപടി പറയുക, എന്നോട് പറ്റിയിരിക്കുന്നവൻ. എന്താണ് ഒന്നാമത്തെ ഗുണം? ഞാൻ അവനെ വിടുവിക്കും. വിടുതൽ എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പാപത്തിന്റെ അധീനതയിൽ കിടന്ന, ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറിലും കിടന്ന നമ്മെ ദൈവം വീണ്ടെടുത്തു. ഞാൻ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു തന്റെ ജീവൻ മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്തു. ദൈവം തന്റെ മക്കളാക്കി നമ്മെ തീർത്തു, തന്റെ അവകാശമാക്കി മാറ്റി നമ്മെ. ദൈവം വീണ്ടെടുത്തു. അപ്പൊ വീണ്ടെടുപ്പ് ജീവിതത്തിൽ ഒരിക്കലാണ് സംഭവിക്കുന്നത്. അഥവാ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ ഒരിക്കലായിട്ട് ചെന്ന് കയറുകയാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ ചേർക്കുകയാണ്. പക്ഷെ വിടുതൽ എന്ന് പറയുന്നത് അത് അനുദിന ജീവിതത്തിൽ നിമിഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം തിരുവെഴുത്ത് പറയുന്ന ഒരു വാക്യം 34 സങ്കീർത്തനത്തിന്റെ 19 വാക്യത്തിലുണ്ട്. 34 സങ്കീർത്തനത്തിന്റെ 18 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അടുത്ത വാക്ക്: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കും. നമുക്കറിയത്തില്ല നമ്മൾ എന്തെല്ലാം അനർത്ഥങ്ങളെ ഫേസ് ചെയ്തു എന്ന്, നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളെ ഫേസ് ചെയ്തു എന്ന് നമുക്കറിയത്തില്ല. നമ്മള് ഒരു 10 കിലോമീറ്റർ വാഹനം ഓടിച്ച് ഇപ്പൊ നമ്മള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നപ്പോ വളരെ തിരക്കേറിയ റോട്ടിൽ കൂടി ഇത്രയും വലിയ എന്താ പറയുന്നത് അപകടങ്ങൾ നിറഞ്ഞ ഈ റോട്ടിൽ കൂടി യാത്ര ചെയ്തു പോകുമ്പോ നമുക്കെതിരെ വരുന്ന വാഹനങ്ങൾ, ഇരുവശങ്ങളിൽ കൂടി വരുന്ന വാഹനങ്ങൾ, നമ്മുടെ പുറകെ വരുന്ന വാഹനങ്ങൾ, അത് നിയന്ത്രിക്കുന്നവന്റെ ശ്രദ്ധ തെറ്റിയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. നമ്മൾ നേരെ ഓടിച്ചോണ്ട് പോകുന്നത്, നമ്മൾ അലർട്ടായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, നമ്മൾ ശരിയായ ദിശയിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്, ഒക്കെ ശരി തന്നെയാ. പക്ഷെ എതിരെ വരുന്നവന്റെ ദിശ തെറ്റിയാലോ, എതിരെ വരുന്നവന്റെ കോൺസെൻട്രേഷൻ തെറ്റിയാലോ, എതിരെ വരുന്നവനൊന്നും മയങ്ങിപ്പോയാലോ. ഇതിലത്തെ ഒരു ദാരുണമായ സംഭവം നിങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു കാണും. കേരളത്തിൽ ഓച്ചിറയിൽ നടന്നൊരു ഭയങ്കരമായ, ഉറങ്ങിപ്പോയി, ഇടിച്ചു, 3 പേർ തൽക്ഷണം മരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, എത്ര പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നാം കടന്നു പോകുമ്പോഴും അതിന്റെ നടുവിൽ നമ്മളെ സൂക്ഷിച്ച ഒരു ദൈവം. വലിയ ജീവിതത്തിന്റെ അനർത്ഥങ്ങൾ ജീവിതത്തിനെതിരെ കയറി വന്നപ്പോൾ വലിയ മാറാ രോഗങ്ങൾ പിടിപെടാമായിരുന്നു, വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധിക്കകത്തുപെട്ട് നമ്മൾ തകർന്നു പോകാമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ മഹാകരുണ
ദൈവത്തിന്റെ വിശ്വസ്തത അതത്ര വലുതാണ്. അവ പറ്റിയിരിക്കുന്നവന്റെ ഒന്നാമത്തെ പ്രത്യേകത അല്ലെ ഗുണമെന്ന് പറയുന്നത് ദൈവം അവനെ വിടുവിക്കുന്നു. ദൈവം അവനെ വിടുവിക്കുന്ന സ്തോത്രം. അതുപോലെ തന്നെ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. അപ്പോസ്തലർ 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലാണ് പത്രോസ് പറഞ്ഞൊരു വാക്യമാണത്. അപ്പോസ്തലർ 12-ന്റെ 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നു. കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. കണ്ടോ, പത്രോസിനെ തടവിലാക്കി, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, യാക്കോബിന്റെ ശുശ്രൂഷ തീർന്നു, ദൈവം അനുവദിച്ചു യാക്കോബിനെ കൊല്ലാൻ. എന്നാൽ പത്രോസിനെ അത് യഹൂദ ജനത്തിന് പ്രസാദമായി എന്ന് കണ്ട് പത്രോസിനെ പിടിച്ച് തടവിലാക്കിയിരിക്കുകയാണ്. പെരുന്നാൾ ദിവസമായതുകൊണ്ട് ഒരു ദിവസം കൂടി അവധി കൊടുത്ത് പത്രോസിനെ കൊല്ലാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ സഭ പ്രാർത്ഥിക്കുന്ന സഭയെ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ അത് ഒരു ദൂതിയൻ സഭയോട് പറഞ്ഞോട്ടെ, സഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം സഭ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരാണ് സഭ. സഭയിലകത്തുള്ളതുപോലെ ഒരു ബന്ധം ലോകത്തിൽ ഒരിടത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു നല്ല ആത്മബന്ധമുള്ള സഭയ്ക്കകത്ത് വരാൻ പറ്റിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പരസ്പരം കൈകോർത്ത് പ്രാർത്ഥിക്കാൻ, നമ്മളൊരു വിഷയം, നമ്മളൊരു പ്രശ്നത്തിനകത്ത് വന്നു എന്ന് അറിയുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, ജാഗരിക്കാൻ ദൈവദാസനും ദൈവസഭയും തയ്യാറാകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കാനില്ല. ആ പ്രാർത്ഥന ഭയങ്കര കോട്ടയാണ്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ തിരിച്ചറിയണം, സഭയുടെ പ്രാർത്ഥന ദൈവമക്കൾക്ക് വലിയ കോട്ടമതിൽ പോലെയാണ്, വലിയ സംരക്ഷണ ഭിത്തി തീർക്കുന്നത് പോലെയാണ്. സഭയ്ക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട്. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒക്കെ സഭയ്ക്ക് ഒരു അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. ഇവിടെ പത്രോസ് തടവിലാക്കപ്പെട്ടപ്പോൾ സഭ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സഭയുടെ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം ദൈവത്തിന്റെ ദൂതനെ കാരാഗ്രഹത്തിനകത്ത് ഇറക്കിയിട്ട് അടച്ചു പൂട്ടിയിരുന്ന വാതിലുകൾ സ്വതവേ തുറന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ വൈകിയ സമയത്ത് എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ദൂത് പറയാം. പ്രിയരെ, ലോകം എത്ര വഴി അടച്ചു വെച്ചാലും ലോകത്തിലെ സകല പൂട്ടിന്റെ താക്കോല്, ഒറിജിനൽ മാസ്റ്റർ കീ എന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇത് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അടഞ്ഞു കിടക്കുന്ന വാതില് കണ്ട് നീ നിരാശപ്പെടണ്ട. അതിന്റെ തുറക്കാനുള്ള വഴി, തുറക്കാനുള്ള താക്കോല് സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. എത്ര പേര് ഈ പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും? അടഞ്ഞ വാതിൽ, ശത്രു ഒരു വഴി അടച്ചാൽ എന്റെ ദൈവം പല വഴി തുറക്കും. ശത്രു ഒരു വാതിൽ അടച്ചാൽ എന്റെ ദൈവം പല വാതിൽ തുറക്കും. കാരണം തിരുവെഴുത്ത് പറയുന്നു, ആരും തുറക്കാതവണ്ണം അടപ്പാനും ആരും അടപ്പാതവണ്ണം തുറപ്പാനും കഴിവുള്ള അധികാരമുള്ളവനാണ് എന്റെ ദൈവം. അതുകൊണ്ട് ഇന്ന് ഈ പകലിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നാൽ അതടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. എനിക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നാൽ അതടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. എന്റെ ദൈവത്തിന്റെ വഴി എനിക്ക് വേണ്ടി തുറക്കും. എന്റെ ദൈവത്തിന്റെ വഴി എന്റെ പ്രാർത്ഥനയിൽ തുറക്കപ്പെടും. എന്റെ ദൈവത്തിന്റെ വഴി എന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കപ്പെടും. എത്രയോ നാളുകൾ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നില്ലേ? അത്ഭുതത്തിന്റെ വഴികൾ തുറന്നില്ലേ? താമസിച്ചു പോയി എന്ന് പറഞ്ഞപ്പോഴും അത് താമസിച്ചത് ഏറ്റവും നല്ലതിനെന്ന് പറയാൻ തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വെളിപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അടഞ്ഞ വഴികളെ തുറക്കാൻ അധികാരത്തിന്റെ താക്കോല് കയ്യിലുള്ളവൻ. ഇവിടെ ഹെരോദാവ് പത്രോസിനെ കാരാഗ്രഹത്തിനകത്താക്കി അടച്ചുപൂട്ടി താക്കോല് തന്റെ കയ്യിൽ വശം വെച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ കയറി വാതിൽ തുറന്നെന്ന്. ദൂതൻ കടന്നു എന്നപ്പോൾ വാതിൽ സ്വതവേ തുറന്നെന്ന്. ഞാനിപ്പോ ആത്മാവിന്റെ നിയോഗത്തോടെ പറയാം, നീ ചെല്ലുമ്പോൾ ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പറയുമ്പോൾ ഇന്ന് പകൽ ആ ദൂത് അവകാശികൾ ഇതിനകത്തുണ്ട്.
ഞാൻ വിശ്വസിക്കുന്നു. അതെ, നീ ചെല്ലുമ്പോൾ വാതിലുകൾ സ്വതവേ തുറക്കും. അതെ, മറ്റു പലർക്കും തുറക്കാതെ അടഞ്ഞു കിടന്ന വാതില് നീ കടന്നു ചെല്ലുമ്പോൾ സ്വതവേ തുറക്കും. ഈ പകരം വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്ക. ഞാൻ ചെല്ലുമ്പോൾ, എന്റെ മകള് ചെല്ലുമ്പോൾ, എന്റെ മകൻ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വാതിൽ സ്വതവേ തുറന്നു വരുമെന്ന്. വാതിൽ തുറക്കുന്ന ദൈവമാണ്. അങ്ങനെ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ച് ചെരുപ്പിടി വെച്ച് അരമുറുക്കി പിന്നെയും പുറത്തു കൊണ്ടുപോയി പട്ടണവാതിക്കൽ എത്തിയപ്പോഴാണ് പത്രോസിന് സുബോധം വന്നത്. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത് 11-ാം വാക്യത്തിൽ. ഹേരോദാവിൻ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് സ്തോത്രം. ഈ പകൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ചില കാര്യപരിപാടികൾ ചെയ്തെടുക്കാനുണ്ട്. അത് നടക്കാതിരിക്കാൻ പിശാച് പല വിധത്തിലും വഴിയൊരുക്കുകയോ കളമൊരുക്കുകയോ ഒക്കെ ചെയ്യും. അതിനുവേണ്ടി ആൾക്കാരെ കയ്യിലെടുക്കും. അപ്പോ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം വെച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ശത്രുവിന് ചില പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇന്നു പകൽ ശത്രുവിന്റെ പ്രതീക്ഷയല്ല എന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത്. ശത്രുവിന്റെ പ്രതീക്ഷയല്ല എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ശത്രുവിന്റെ പ്രതീക്ഷയല്ല എന്റെ തലമുറമേൽ നടക്കാൻ പോകുന്നത്. അവരുടെ ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്, എന്റെ ദൈവത്തിന്റെ തീരുമാനമാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് ശത്രു പല വിധത്തിൽ പദ്ധതികൾ, കെണികൾ ഒരുക്കുമ്പോൾ അതിനെ പൊട്ടിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പത്രോസ് പറഞ്ഞു. എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മളെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം. കൊരിന്ത സഭയോട് പൗലോസ് പറയുമ്പോൾ പറയുന്നുണ്ട്, ഇത്ര വലിയ മരണത്തിൽ നിന്ന് വിടുവിച്ചു, മേലാലും വിടുവിക്കും എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും. കണ്ടോ? ഇത്ര വലിയ ഭയം എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, ശുശ്രൂഷ നിമിത്തം, സുവിശേഷ നിമിത്തം ഭയങ്കരമായ പ്രതിസന്ധികൾക്കകത്ത് വന്നു. ശത്രു അവനെ വളഞ്ഞിട്ട് ആക്രമിച്ചു, കൊല്ലാനുള്ള എല്ലാ നടപടികളും ചെയ്തു. മരിച്ചു എന്ന് പ്രതീക്ഷിച്ചിരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ കാണാം. പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് ശത്രുവിന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട്, അതിനെ അസ്ഥാനത്താക്കിക്കൊണ്ട് പൗലോസിനെ വിടുവിച്ചു ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയാ, ഭയങ്കര മരണത്തിൽ ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുന്നു, മേലാലും വിടുവിക്കും. സ്തോത്രം. അപ്പോ ഈ പകൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, അവന്റെ ജീവിതത്തിൽ വിടുതൽ എന്ന് പറയുന്നത് ഒരു അപൂർവ കാര്യമല്ല. വിടുതൽ ഒരു നിരന്തര സംഭവമായി, വിടുതൽ ഒരു നിരന്തര സംഭവമായി, അതൊരു അപൂർവ കാഴ്ചയായിട്ടല്ല, എന്നും അനുഭവിക്കാൻ പറ്റുന്ന. അനർത്ഥങ്ങളിൽ പലരും തകരുമ്പോൾ നമുക്ക് പറയാൻ ഒരു സാക്ഷ്യം ഉണ്ടാവും. ദൈവത്തിന്റെ വിടുതലുകളെ കുറിച്ച് പറയാൻ ഒരു സാക്ഷ്യമുണ്ടാകും. ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് പറയാൻ ഒരു സാക്ഷ്യമുണ്ടാകും. ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് പറയാൻ ഒരു സാക്ഷ്യമുണ്ടാകും. അതാണ് ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ ഗുണം. 91 സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൽ പാർക്കുന്നവൻ അവൻ യഹോവയെ കുറിച്ച്. അപ്പൊ ദൈവത്തിന്റെ മറവിലും നിഴലിലും ഒക്കെ പാർക്കുന്നവൻ ദൈവത്തെ കുറിച്ച് പറയാൻ അവന് സാക്ഷ്യം ഉണ്ടാകും. കാരണം അതിലുള്ള വക ദൈവം തരും, അതിലുള്ള വക ദൈവം തരും. സ്തോത്രം. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ രണ്ടാമത്തെ അനുഗ്രഹം, ഞാൻ അവനെ ഉയർത്തും. 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പൊ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അനുഗ്രഹമാണ് അവനെ ഉയർത്തും എന്നുള്ളത്. സ്തോത്രം. ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
നമ്മളെ ദൈവത്തിന്റെ ഹിതപ്രകാരം നടത്തും. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ കൊണ്ടുവരും. മറ്റു പലരുടെയും ഇടയിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റും. മറ്റു പല സംവിധാനത്തിന്റെ കീഴിൽ നിന്ന് ദൈവം നമ്മെ പൊക്കിയെടുക്കും. ആ ഉയർത്തുമെന്ന പദത്തിന്റെ ആശയം വ്യക്തമാക്കാൻ പല വാക്യങ്ങൾ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എഫേസ്യ 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശയനെ തിരിച്ചറിയേണ്ടതിനും വിശുദ്ധന്മാർ വ്യാപരിക്കുന്ന വിശുദ്ധന്മാർ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം എന്നെ തിരിച്ചറിയാൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്നെ തിരിച്ചറിയുന്നു പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്ക്, അങ്ങനെ അവർ ക്രിസ്തുവിനും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി. ഉയർത്തില്ലെന്ന് പറഞ്ഞ് റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പൈശാചിക ശക്തി, യേശുക്രിസ്തുവിന്റെ ഉയർപ്പെന്ന് പറയുന്നത് പൈശാചിക മണ്ഡലങ്ങളുടെ സമ്പൂർണ്ണ അധപ്പതനം, തകർച്ചയാണ്. യേശുവിന്റെ പുനരുത്ഥാനം അത് നടക്കാതിരിക്കാൻ എല്ലാവിധമായിരിക്കുന്ന കെണികളും ഒരുക്കി. കല്ല് വെച്ച് അടച്ചു. കല്ലറയിൽ കല്ല് വെച്ചത് യോസഫാണ്. അതിനകത്ത് മുദ്ര വെച്ചു. കാവൽക്കൂട്ടത്തെ നിർത്തി. എന്തിനു വേണ്ടി? യേശുവിന്റെ ഉയർപ്പ് നടക്കരുത്, യേശുവിനൊരു ഉയർച്ച ഉണ്ടാകരുത്, പുറത്തു വരരുത്. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ കല്ലറകളുടെ കല്ല് ദൂതൻ ഉരുട്ടി മാറ്റി. സ്തോത്രം. ഞാനിന്ന് പകൽക്കാലം ദൂത് പറയാ ദൈവമക്കോട്, ദൈവത്തോട് പറ്റി നിൽക്കുന്ന നിനക്ക് വേണ്ടി ആരെല്ലാം കല്ലെടുത്തു വെച്ച് നിന്റെ ഭാവിയെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ ദൂതൻ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ, ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടി മാറ്റി നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ ആർക്കും കഴിയില്ല. ദൈവം ഒരുവനെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആ കരത്തെ പുറകോട്ട് വലിപ്പിക്കാൻ ലോകത്തിലെ ഒരു സ്വാധീന ശക്തിക്കും കഴിയത്തില്ല. ദൈവം ഉയർത്തുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് എന്താ? ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളും ഉണ്ടാകട്ടെ. അവൻ ദൈവസ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളാമെന്ന് വിചാരിക്കാതെ ഈ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളം താഴ്ത്തി, തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയേണ്ട സത്യം, ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ ഉയർത്താൻ ലോകത്തിൽ ആരും ഇല്ലല്ലോ. എന്നെ സഹായിക്കാൻ ലോകത്തിൽ ആരും ഇല്ലല്ലോ. എനിക്ക് വേണ്ടി കൈത്താങ്ങൾ, അതൊന്നും നമുക്ക് വിഷയമല്ല. ദൈവത്തോട് പറ്റി നിന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഉയർത്തിക്കോളും. ദൈവത്തിന്റെ കരം നമ്മളെ ഉയർത്തും. ദൈവത്തിന്റെ കരം നമ്മളെ പൊക്കിക്കൊണ്ടുവരും. സ്തോത്രം. ഏലിയാവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്കറിയാം. കർമ്മേലിന്റെ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ച് തീയിറക്കി. അത് കഴിഞ്ഞ് പിന്നെയും മഴയുടെ മുഴക്കം കേൾക്കുമ്പോൾ അഹാബിനോട് പറഞ്ഞ്, രഥം പൂട്ടി വേഗം പൊക്കോ, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന്. അങ്ങനെ കാത്തു നിൽക്കുന്ന ആ മനുഷ്യൻ മഴയുടെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഒരു വഴിയുമില്ലാതെ കാത്തു നിൽക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അഹാബ് രാജാവിന്റെ രഥത്തിന്റെ മുമ്പേ കയറി ഓടി യെരൂശലേമിൽ ആദ്യം എത്തിയെന്ന് എഴുതിയിരിക്കുന്ന സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഓർത്തൊരു ദൂത് പറയാം. പലരും പുറകിൽ തള്ളിക്കളഞ്ഞല്ലോ എന്നോർത്ത്, പലരും അവഗണിച്ചല്ലോ എന്നോർത്ത്, പലരും മാറ്റി നിർത്തിയല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ കരം നിന്റെ മേൽ വരും. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വരും. നിന്നെ മുമ്പിലെത്തിക്കാൻ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതെ, പുറകിൽ ഒരുവനെ തള്ളി ലോകമിട്ടാലും, ആരും ഗവനിക്കാതെ അവഗണിച്ച ഒരുവനെ പുറകിലെറിഞ്ഞു കളഞ്ഞാലും, അവനെ ദൈവത്തോട് പറ്റി നിൽക്കുന്നവനെ മുൻപന്തിയിൽ കൊണ്ടുവരുന്ന, മുൻനിരയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ സർവശക്തിയുള്ള കരം ഈ പകലിലും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. അപ്പോ ഈ സമയം ഓടിപ്പോകുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അപ്പോ രണ്ടാമത്തെ, ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ പ്രത്യേകത, ദൈവം അവനെ ഉയർത്തും. അടുത്ത 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്ത്? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും.
അപ്പൊ ദൈവത്തോട് പറ്റി നിൽക്കുന്നവന്റെ മൂന്നാമത്തെ അനുഗ്രഹം ഉത്തരം ലഭിക്കും. ഉത്തരം ലഭിക്കും. ഉത്തരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ചില ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അഭിപ്രായം പറയാൻ 100 പേര് കാണും. അത് അങ്ങനെയാണെന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു, ഇങ്ങനെ ആയത് അങ്ങനെ ചെയ്തുകൊണ്ടായി എന്ന് പറഞ്ഞ് 100 അഭിപ്രായം പറഞ്ഞ് ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നവരും ചിലപ്പോൾ ആശ്വാസവാക്ക് പറയുന്നവരൊക്കെ കാണും. പക്ഷെ ഒരു ഉത്തരം, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുമ്പിൽ കൃത്യമായൊരു മറുപടി പറയാൻ അത് ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ 20-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവ കഷ്ടകാലത്ത് അവന് ഉത്തരം നൽകും. ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ദൈവത്തിന്റെ മറുപടിയുടെ വില നാം അറിയുന്നത്. ഞാൻ പിന്നെയും പറയുന്ന അഭിപ്രായങ്ങളുടെ വിലയല്ല നമ്മൾ അറിയേണ്ടത്, ദൈവത്തിന്റെ മറുപടിയുടെ വില. എനിക്കൊരു ആൻസർ വേണം. കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഒരിക്കൽ വഴിയരികിൽ കുരുടനായ മനുഷ്യൻ ഇരിക്കുക. കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഇവനിങ്ങനെ കുരുടനായി ജനിക്കാൻ ആരാ പാപം ചെയ്ത്? ഒരു ഉത്തരമില്ല. മനുഷ്യന്റെ ഉത്തരം മനുഷ്യൻ പല നിഗമനം പറയും. അതിന് അമ്മയപ്പന്മാര് പാപം ചെയ്തുകൊണ്ടാണ്, അവരുടെ കുറ്റം കൊണ്ടാണ്, ഇവന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടാണ്. 100 അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽ കർത്താവിനൊരു മറുപടി ഉണ്ട്. ഇത് പാപം കൊണ്ടൊന്നും അല്ല, ഇവരിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാനുണ്ട്. ഞാൻ ഈ പകൽ ദൈവമക്കളുടെ ദൂത് പറയുക, പ്രിയരെ, ചില വിഷയങ്ങളുടെ മുമ്പിൽ നീ വന്നു പെട്ടത് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതൊന്നും അല്ല, നിനക്ക് ദൈവത്തിന്റെ ശാപം വന്നതൊന്നും അല്ല. അത് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക, ഒരു ദൈവപ്രവൃത്തി നടക്കാനുണ്ട്. നിനക്കൊരു സാക്ഷ്യം, നിന്റെ ദൈവത്തെ കുറിച്ച് പറയാൻ ഒരു സാക്ഷ്യം ഉണ്ടാകേണ്ടതിന് ദൈവം ഒരു വഴി ഒരുക്കുക. അപ്പൊ ഉത്തരം ലഭിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിരിക്കുന്ന ഒരനുഗ്രഹമാണ്. അടുത്തത് 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കുന്ന ഇങ്ങനെയാണ്, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. കണ്ടോ, കഷ്ടകാലത്ത് കൂടെ ഇരിക്കും. ചില സാഹചര്യത്തിൽ ഇന്നാരൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ചില സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധി താഴ്വരയിൽ ഇന്നിന്ന ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ നമ്മൾ ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യരൊക്കെ പരിമിതി ഉള്ളവനായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും കൂടെ വരാൻ പറ്റിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കാം. പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ആരും തുണ നിന്നില്ല, കർത്താവോ എനിക്ക് തുണ നിന്നു. എന്നെ കൊണ്ട് പ്രസംഗം നിവർത്തിക്കാൻ തക്കവണ്ണം എന്നെ സഹായിച്ചു. ഞാൻ ഈ പകൽക്കാല ദൈവമക്കളെ അങ്ങോട്ട് ദൂത് പറയാം, പ്രിയരെ, ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ച പലരും സമയത്ത് നമ്മുടെ കൂടെ കണ്ടെന്ന് വരത്തില്ല. പ്രതീക്ഷിച്ച പലരും സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഉണ്ടായെന്നും വരത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം എല്ലാ കാലവും കൂടെ നിന്ന് നമ്മളെ സഹായിക്കാൻ. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കൂട്ടുകാരൊക്കെ വിട്ടുപോകും. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് ശിഷ്യന്മാർ, യേശുവിന്റെ കാര്യത്തിലേക്ക് ഒന്നുകൂടി വരട്ടെ, പെട്ടെന്ന് അവസാനിപ്പിക്കുക. യേശുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥനയിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർ ഉറങ്ങുകയാണ്. യേശുവിനെ അവിടെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അവന് ശുശ്രൂഷ ചെയ്യാം. അതാ ദൈവത്തിന്റെ കരുതല്. എന്ന് പകൽക്കാല ദൈവമോട് പറയാം, ഏത് പ്രതിസന്ധിയുടെ നടുവിലും കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും ഇന്ന് പകൽ കൂരിന്റെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും നീ എന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്വം ഈ പകലിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയണം, അതെ, എല്ലാവരും എന്നെ വിട്ടുമാറിയാലും എന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്, കൂടെ ഇരിക്കും. സ്തോത്രം. അടുത്ത വാക്ക് പറയുന്നത്, അടുത്ത ഇതിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ അവരെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. മഹത്വപ്പെടുത്തുക. സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ മാനിക്കും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്, പഴയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിന്റെ ആശയത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന് വ്യാഖ്യാനിക്കാം. മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫിക്കേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. മഹത്വീകരിക്കുക, ഗ്ലോറിഫൈ ചെയ്യുക. നമുക്കൊരു മഹത്വത്തിന്റെ ദിനങ്ങൾ ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തി നടക്കണ്ട, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില മഹത്വത്തിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്ന, കാനാവിലെ കല്യാണ ഭവനത്തിൽ വെച്ച് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ജനങ്ങൾ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സമയം ഓടിപ്പോകുന്നതുകൊണ്ട് വിശദീകരിക്കാതെ
ആ വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. സ്തോത്രം. ഞാൻ അതിന്റെ പുതുനിയമ വേർഷനാണ് പറയുന്നത്. തൃപ്തി വരുത്തുക. തൃപ്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ഭാവമാണ്. മനസ്സിന്റെ ഒരു ഭാവം. നമുക്ക് ആവശ്യമുള്ള സാധനം ആവശ്യപ്പെടുമ്പോൾ കിട്ടുമ്പോഴാണ് നമുക്ക് തൃപ്തി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമുക്ക് എപ്പോ കിട്ടിയാലും നമുക്ക് അതുകൊണ്ട് വലിയ തൃപ്തിയൊന്നും വരത്തില്ല. ഇത് ഇരിക്കട്ടെ എന്ന് പറയാം. ഇതല്ല. ചില സാഹചര്യത്തിൽ ദൈവം നമുക്ക് തൃപ്തി വരുത്തും. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ എന്ത് പറയും, നമുക്ക് വേണ്ടി. ഇപ്പൊ ഹന്നയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, ഹന്ന മക്കളില്ല എന്ന വിഷയത്തെ ചൊല്ലി ഭാരപ്പെട്ട് അപമാനം സഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ നല്ലവനല്ലേ, കൊള്ളാവുന്നവനല്ലേ. പുരോഹിതൻ വന്ന് വേറെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ തൃപ്തിപ്പെട്ടത് ദൈവത്തിന്റെ മറുപടി കിട്ടിയപ്പോഴാണ്. യഹോവ അവളെ ഓർത്തു. അവളുടെ വിഷയത്തിന് മറുപടിയായി മകനെ ലഭിച്ചു. അവൾ തൃപ്തയായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിച്ച ചില കാര്യങ്ങൾക്ക് ദൈവം മറുപടി തരുമ്പോഴാണ് നമ്മൾ തൃപ്തി ഉണ്ടാകുന്നത്. തിരുവെഴുത്ത് പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുന്നവരെ ഞാൻ തൃപ്തിപ്പെടുത്തും. സ്തോത്രം. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അവസാനത്തെ ഭാഗം പറയുന്നത്. 7-ാമത്തെ കാര്യം, എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. രക്ഷ എന്ന് പറയുന്നത് കടലാസിൽ എഴുതി കാണിക്കുമെന്നല്ല, ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അതെ, നാം രക്ഷിക്കപ്പെട്ടവരാണ്. നാം രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ശരീരം തേജസ്കരിക്കപ്പെടുമ്പോഴാണ് നാം രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരുന്നത്. അത് ദൈവം നമുക്ക് കാണിച്ചു തരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദേവാലയത്തിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ ദൈവശബ്ദം കേട്ടു. പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞു. ദേവാലയത്തിൽ ചെന്നു. അപ്പോ സംഭവിച്ച കാര്യം ലൂക്കോസ് 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 28, 29 ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ 30 വാക്യങ്ങളൊക്കെ ഉണ്ട്. യേശുക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന്റെ വിധിപ്രകാരം യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിമയോനോട് പറഞ്ഞു, ദേ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ് ദേ ആ കൈ പിടിച്ചോണ്ട് വരുന്നത്. ഓടിച്ചെന്ന് മറിയയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ, ശിശുവാകുന്ന കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് ഈ ശിമയോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ നാഥ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടി നീ ഒരുക്കിയ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇന്ന് പകൽ യേശുക്രിസ്തുവാണ് രക്ഷ എന്ന് പറയുന്നതിന്റെ ആകെ തുക. യേശുവിനെ കൈ പിടിച്ചോണ്ടാ പറഞ്ഞ രക്ഷകൻ, കുഞ്ഞിനെ കണ്ടോണ്ടല്ലോ. കാരണം ക്രിസ്തുവിൽ കൂടി മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ, അതിനൊക്കെ ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അത് കൃത്യമായി തന്റെ കൺമുമ്പിൽ തന്നെ കണ്ടു. സ്തോത്രം. ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് പറയാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു. പ്രിയരെ, നമ്മളും ദൈവസന്നിധിയിൽ യേശുവിനെ ഉള്ളിൽ പേറിക്കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പറയാം, നാഥ ലോകത്തിന് വേണ്ടി നീ ഒരുക്കിയ രക്ഷ എന്റെ ഉള്ളിൽ വരാൻ, എന്റെ ജീവിതത്തിൽ വരാൻ, എനിക്ക് ആ രക്ഷയിൽ വരാൻ, അത് കാണാൻ, അത് മനസ്സിലാക്കാൻ എന്റെ ബുദ്ധി തുറന്നല്ലോ, എന്റെ ഹൃദയം തുറന്നല്ലോ, എന്റെ കണ്ണ് തുറന്നല്ലോ. ആ രക്ഷയെ ഞാൻ കണ്ടെത്തിയല്ലോ. അനേക രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ പല മാർഗങ്ങൾ തേടി, പല വഴികൾ തേടി, പുണ്യസ്നാനങ്ങൾ നിമിത്തവും തീർത്ഥാടനങ്ങൾ നിമിത്തവും നോമ്പുകളും മറ്റു പലവിധമായ പദ്ധതികളിൽ കൂടി സ്വയപ്രയത്നത്തിൽ കൂടി രക്ഷയും മോക്ഷവും നേടാൻ ശ്രമിക്കുമ്പോൾ സൗജന്യമായി ദൈവം ഒരുക്കിയ രക്ഷ കണ്ടെത്താൻ നമ്മുടെ കണ്ണ് തുറന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറ്റിയിരിക്കുന്ന കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കാം. അതിലൊത്തിരി അനുഗ്രഹങ്ങളുണ്ട്, അതിലൊത്തിരി വിടുതലുകളുണ്ട്, അതിലൊത്തിരി ദൈവിക മഹത്വം ദൈവം സംഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വന്ന പിറ്റേ ദിവസം അതിന് മഹത്വം കാണാൻ തുടങ്ങിയില്ലെങ്കിലും ഞാൻ 40 വർഷത്തിനാണ് കുടുംബത്തിന്റെ ജീവിത അനുഭവ പശ്ചാത്തലത്തിൽ പറയാം, സകല പ്രതിബന്ധങ്ങളെ വിട്ട്, വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളെ വിട്ട്, സത്യമറിഞ്ഞ നാള് മുതൽ, കഴിഞ്ഞ 40 കൊല്ലമായി ദൈവത്തോട് പറ്റിയിരിക്കാൻ തുടങ്ങിയ നാള് മുതൽ ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ വിടുതലുകളും മഹത്വവും ശ്രേഷ്ഠതയും ഒരു മനുഷ്യായുസ് കൂടി ലഭിച്ചാലും പറഞ്ഞാലും തീരാത്തതിനപ്പുറമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞ സത്യങ്ങൾ ജീവിതത്തിന്റെ അനുഭവത്തെ നിർത്തിക്കൊണ്ട് ഞാൻ ദൈവമക്കൾക്ക് കൈമാറുന്നു. പറ്റിയിരിക്കുക, അതൊരു അനുഗ്രഹമാണ്.
പറ്റിയിരിക്കുക. അത് ദൈവിക അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കപ്പെടുന്ന അനുഭവങ്ങളാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹൃദയം കൊണ്ട് നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കാം. അത് നമുക്ക് അനുഗ്രഹത്തിനുള്ള മുഖാന്തരമാണ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ദൈവദാസനിലേക്ക് കൈമാറാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഒരു വാക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കേട്ട ദൂതിന് മുമ്പാകെ ഈ 10-45 മിനിറ്റ് ഞാൻ സംസാരിച്ചതിൽ ഏതെങ്കിലും ഒരു പദം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ ഉള്ളിൽ തീവാരി ഇടുന്നത് പോലെ, ഉള്ളിൽ ധൈര്യം തരുന്നത് പോലെ, ഉള്ളിൽ ഒരു പ്രത്യാശ വർദ്ധിപ്പിക്കുന്നത് പോലെ, ഉള്ളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് പോലെ, ഉള്ളിൽ ബലം ധരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ ഈ പകൽക്കാലം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനത്തിന് ഒരു നിവർത്തി ഉണ്ടാകും. കർത്താവിന്റെ വചനത്തിന്റെ ദൂതുകൾക്ക് നിവർത്തി ഉണ്ടാകും. അത് വിശ്വസിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ്. എലിശബത്ത് മറിയോട് പറഞ്ഞതുപോലെ, കർത്താവിന്റെ വചനം വിശ്വസിച്ചത് നീ ഭാഗ്യവതി എന്ന് പറഞ്ഞതുപോലെ വചനത്തെ വിശ്വസിക്കാം. അതൊരു ഭാഗ്യകാലത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. അതിനായി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയോട് പറ്റിയിരിക്കാൻ പലരും അങ്ങേ വിട്ടു പോയപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചായുസിൽ ഞങ്ങൾ കണ്ടു പലരും ദൈവത്തെ വിട്ടുപോയത്, പലരും ദൈവം അകന്നു നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു നാഥ. എന്നാൽ ദൈവത്തോട് പറ്റി നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹാദൈവത്തിന്റെ കൃപയിൽ മറച്ചാണ്. സണിജാനെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഓരോ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ഞങ്ങൾക്ക് പരിചിതരും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയരുമാണ്. അവരെ പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ ദൈവം വർദ്ധിപ്പിക്കണമേ, വളർത്തണമേ. റിജോയ്സ് മിനിസ്ട്രിയുടെ സകല പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ, വിശാലമാക്കണമേ. ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ദൈവസഭ വളരട്ടെ, ശുശ്രൂഷകൾ വളരട്ടെ, സഭകൾ സ്ഥാപിക്കപ്പെടട്ടെ, മറ്റ് രാജ്യങ്ങളിലേക്ക് സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കപ്പെടട്ടെ. എല്ലാമായി ദൈവത്തിന് അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.